എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കുച്ചികയും ഇച്ചിഗോയും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാണ്. ഇച്ചിഗോ അവനാണെങ്കിൽ കുച്ചികയോട് തീർത്ത് പറയും, നിന്റെ സമ്പത്തൂല് ബാങ്കായെ എത്രയും വേഗം നീ റിലീസ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പവർ ഉപയോഗിച്ച് നിന്നെ ഞാൻ തല്ലി തല്ലി കൊല്ലും. അത് കേട്ട് കുച്ചിക്കയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ വീണ്ടും ഹീറോ ആയിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷേ ഫൈറ്റ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ തോൽക്കുമെന്ന് മനസ്സിലാക്കിയ കുച്ചിക്ക് അവനാണെങ്കിൽ നിവൃത്തിയില്ലാതെ അവന്റെ ബാങ്കായി ക്രിയേറ്റ് ചെയ്യാണ്. അവൻ ആ ബാങ്കായി റിലീസ് ചെയ്യേണ്ട താമസം ഒരുപാട് സ്ക്വാഡുകൾ അവന്റെ പുറകില് അങ്ങനെ നിരനിരയായിട്ട് വിസിബിൾ ആയിട്ട് വരികയാണ്. അടുത്ത നിമിഷം ഒരു പിങ്ക് വെളിച്ചം അതിലൂടെ കടന്നുപോയി അത് ഫ്ലവർ പാറ്റൽസ് ആയിട്ട് അങ്ങനെ കൺവേർട്ട് ആവുകയാണ്. അതെല്ലാം തന്നെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സ് ആണ്. അതിപ്പോ സ്ട്രെയിറ്റ് ആയി ഹീറോ ഇച്ചിഗോയ്ക്ക് നേരെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി കടന്നു വരും. ആ ഒരു ബ്ലേഡ് മെറ്റൽസ് എല്ലാം തന്നെ ഹീറോയുടെ തൊട്ടടുത്തെത്തും. പക്ഷെ അടുത്ത നിമിഷം ഹീറോയുടെ സോൾ പവർ അതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവന്റെ മെറ്റൽസിനെ എല്ലാം തന്നെ അങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കും. കുച്ചിക്കാണെങ്കിൽ ടെൻഷൻ ആവും. അവൻ വീണ്ടും വീണ്ടും ഫോഴ്സിൽ മെറ്റൽ പാർട്ടിക്കിൾസ് അതിനെ ക്രിയേറ്റ് ചെയ്ത് ഹീറോയ്ക്ക് നേരെ അയക്കും. അത് നല്ല ഫോഴ്സിൽ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ടും ഹീറോയുടെ പവറിനെ അതിനെ ബ്രേക്ക് ചെയ്ത് ഹീറോയെ തകർക്കാൻ അതിനെ കൊണ്ട് കഴിയില്ല. കൊച്ചിക്കാണെങ്കിൽ നിലവിളിച്ച് പറയും, ഇച്ചിഗോ ഇതെന്റെ ബാങ്കായി പവറാണ്, എനിക്കിനിയും ഒരുപാട് ബ്ലേഡ് മെറ്റൽ പാർട്ടിക്കിൾസ് അത് ക്രിയേറ്റ് ചെയ്ത് നിന്നെ തകർക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവന്റെ സർവ്വ പവറും ബാങ്കായിലേക്ക് കൊടുക്കുകയാണ്. ആ ഒരു പവറിൽ ഹീറോയുടെ പ്രിവെൻഷൻ പവർ അത് ബ്രേക്കായി ഹീറോയ്ക്ക് ഒരുപാട് പരുക്കുകൾ പറ്റും. കൊച്ചിക്കാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് വരും. ഒരുപാട് പരുക്ക് പറ്റി ചോരയ്ക്ക് ഒലിപ്പിച്ച് ഹീറോ നിലത്ത് കിടക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് കൊച്ചികയെ നോക്കി ചിരിക്കും. നിന്റെ ബാങ്കായി പവർ അതെന്തായാലും നന്നായിട്ടുണ്ട്. ഇനി നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ബാങ്കായി പവറാണ്. അത് കേട്ട് കുച്ചികയാണെങ്കിൽ ഒന്ന് വണ്ടർ അടിക്കും. ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് അവൻ സോൾ റീപ്പർ ആയതാണ് നമ്മുടെ ഹീറോ. അവനെ കൊണ്ട് എങ്ങനെ ബാങ്കായി റിലീസ് ചെയ്യാൻ കഴിയും? അതിന് ഒരുപാട് നാളത്തെ പ്രാക്ടീസും പഠനമൊക്കെ ആവശ്യമാണ്. സത്യം പറയും, നീ ബാങ്കായി അത് റിലീസ് ചെയ്യാൻ പഠിച്ചോ? അതിന് ഹീറോ പറയും, അതെ, ബാങ്കായി ഞാൻ 3 ദിവസം കൊണ്ട് നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് അത് റിലീസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. കൊച്ചിക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഹീറോ അവന്റെ സ്പിരിച്വൽ എനർജി അത് ഇപ്പൊ സോൾ സൊസൈറ്റി മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്യാനായി തുടങ്ങും. പക്ഷെ കുച്ചിക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി കാണുകയാണ്. കൊച്ചിക്കയുടെ മനസ്സിലാണെങ്കിൽ ഹീറോയെ കൊണ്ട് ഒരിക്കലും ബാങ്കായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു ചിന്ത മാത്രമാണ്. കാരണം സോൾ റീപ്പേഴ്സിൽ തന്നെ ക്യാപ്റ്റൻസിന് മാത്രമേ ബാങ്കായി റിലീസ് ചെയ്യാൻ കഴിയൂ. അതും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് 3 ദിവസം കൊണ്ട് അത് അൺതിങ്കബിൾ ആണെന്ന് ചിന്തിച്ച് അവൻ അവന്റെ ബാങ്കായി അതിനെക്കുറിച്ച് ആലോചിക്കും. ഇവിടെ ഹീറോ ആണെങ്കിൽ അപ്പോഴും നിർത്താതെ അവന്റെ സ്പിരിച്വൽ എനർജി അതങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യും. അത് കണ്ട് കുച്ചിക്കയാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് കുച്ചിക്കയും റാഞ്ചിയും അവർ രണ്ടുപേരും എർത്തിലേക്ക് വന്ന് റുക്കയെ അവളെ പിടിക്കാൻ ശ്രമിച്ചു. റുക്കയെ അവര് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ആണെങ്കിൽ റാഞ്ചിയുമായിട്ടും കുച്ചിക്കയായിട്ടും ഫൈറ്റ് ചെയ്തു. പക്ഷേ കുച്ചിക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ഹീറോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ചോര തുളുമ്പി ഹീറോ അവൻ ബോധം കെട്ട് താഴേക്ക് വീണു. അതിനുശേഷം കുച്ചിക്കയാണെങ്കിൽ അവളെ സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ഡെത്ത് പെനാൽറ്റി അത് വാങ്ങിക്കൊടുത്തു. കട്ട് ചെയ്ത ഇവിടെ ഹീറോ അവനങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അവന് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം, സ്വന്തം ബ്രദർ സിസ്റ്ററിന് ചെറിയൊരു തെറ്റിന്റെ പേര് പറഞ്ഞ് ഡെത്ത് പെനാൽറ്റി അതെങ്ങനെ വാങ്ങിക്കൊടുക്കാനായിട്ട് കഴിയുന്നു. ഒരിക്കലും ഒരു റിയൽ ബ്രദർ അല്ല എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ സമ്പത്തു അതങ്ങനെ വീശും. അടുത്ത നിമിഷം അവിടെ വലിയൊരു ടൊർണാഡോ അതങ്ങനെ ക്രിയേറ്റ് ആവും. മാത്രമല്ല ഹീറോയുടെ ബാങ്കായി പവർ കുറേശ്ശെ ആയിട്ട് അങ്ങനെ ക്രിയേറ്റ് ആയി വരികയാണ്. വമ്പ ഫോഴ്സിൽ ചിക്കൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവനങ്ങനെ ആടി ഒലയും. ആ ഒരു ടൊർണാഡോ അതങ്ങനെ ഹീറോയെ ചുറ്റി പതിയെ ഇൻവിസിബിൾ ആവും. അത് കണ്ട് കുച്ചിക്കോ ആണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നിന്റെ കയ്യിലുള്ള ആ ചെറിയ സ്ക്വാഡ് അതാണോ നിന്റെ ബാങ്കായി പവർ? ഇതൊരിക്കലും നിന്റെ ബാങ്കായി അല്ല. കാരണം ബാങ്കായി ഒരിക്കലും ഇത്ര ചെറുതായിരിക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇച്ചിഗോയെ കളിയാക്കി വീണ്ടും ഇച്ചിഗോയുടെ അടുത്തേക്ക് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അതിന് ഇച്ചിഗോ അവൻ സമാധാനത്തില് കൊച്ചിഗോയുടെ തൊട്ടരികിലേക്ക് വരും. അതിനുശേഷം ഇച്ചിഗോ ആളുടെ സ്ക്വാഡ് എടുത്ത് കൊച്ചിഗോയുടെ കഴുത്തിൽ വെക്കുകയാണ്. അത് കാണുമ്പോൾ കുച്ചിയോയ്ക്ക് കുറച്ച് പേടിയാവും. കട്ട് ചെയ്ത ഇപ്പൊ സോൾ സൊസൈറ്റിയുടെ ജുഡീഷ്യൽ കോർട്ട് കാണിക്കും. അവിടെ തോഷിറോയും ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കടന്നു വരികയാണ്. പക്ഷേ കോർട്ടാണെങ്കിൽ ഇപ്പൊ ആകെ മോഹമായിട്ട് കിടക്കുകയാണ്. അതിന്റെ മുൻപിലുണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെയും സോൾ റീപ്പേഴ്സിനെയും അങ്ങനെ ആരെയും തന്നെ ഇപ്പൊ കാണാനില്ല. അവർ ടെൻഷനായിട്ട് ചുറ്റും നോക്കും. അതിനുശേഷം ആ ഡോർ നോക്ക് ചെയ്യാണ്. അവർ ആ ഡോർ നോക്ക് ചെയ്ത് അത് തുറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ ഡോറ് അതകത്ത് നിന്ന് ആരോ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരെത്രയൊക്കെ നോക്ക് ചെയ്തിട്ടും അതാരും തുറക്കില്ല. അവർക്ക് അത് തുറക്കാനും കഴിയില്ല.
അവർ രണ്ടുപേരും ചേർന്ന് ആ ഡോറാണെങ്കിൽ തുറക്കാനായിട്ട് ശ്രമം ആരംഭിക്കും. കട്ട് ചെയ്ത ഇവിടെ ഹീറോ അവൻ ആ സ്ക്വാഡ് കുച്ചിക്കയുടെ കഴുത്തിൽ വെച്ച് അങ്ങനെ പതിയെ പതിയെ പുറകിലേക്ക് മാറുകയാണ്. അത് കണ്ട് കലിയളകിയ കുച്ചിക്ക്, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ സ്ക്വാഡ് നീ എൻ്റെ കഴുത്തിൽ വെക്കും, ഇതിന് തീർച്ചയായിട്ടും നീ അനുഭവിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവന്റെ സോൾ എനർജിയൊക്കെ അങ്ങനെ റിലീസ് ചെയ്യും. കുച്ചിക്കാണെങ്കിൽ നാനാ ഭാഗത്തു നിന്നും അവന്റെ പവർ ഉപയോഗിച്ച് ഇച്ചിഗോയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇച്ചിഗോ അവൻ കുച്ചിഗോയുടെ ഓരോ പവറിൽ നിന്നും അങ്ങനെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിനെ വെട്ടിത്തിരിപ്പിച്ച് മുൻപോട്ടേക്ക് കുതിക്കും. കുച്ചിക്ക് വീണ്ടും വീണ്ടും അവന്റെ മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ഭാഗത്തൂടെ ഹീറോയെ പിടിക്കാൻ ശ്രമം അത് തുടർന്നു കൊണ്ടേയിരിക്കും. പക്ഷെ ഹീറോ അവന്റെ ശ്രമങ്ങളെല്ലാം തന്നെ പാഴാക്കി മാറ്റി അവനെ പോലും തോൽപ്പിച്ച് വലിയൊരു ചരിത്രം കുറിക്കാനുള്ള ഓട്ടത്തിലാണ്. കുച്ചിഗോ ആണെങ്കിൽ ആളുടെ സർവ്വ പവറും എടുത്ത് ഹീറോയെ ഒരു കേജിൽ അങ്ങനെ ലോക്ക് ചെയ്യാണ്. പക്ഷെ അത് ഇച്ചിഗോ ആണ്, നമ്മുടെ കഥാനായകനാണ്. അവൻ അവൻ്റെ ഫുൾ പവറിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു കേജ് അത് മുഴുവനായിട്ടും തകർത്ത് താഴെയിടും. കുച്ചിഗയുടെ ഫ്ലവർ പാറ്റൽസിനെ നമ്മുടെ ഹീറോ അവൻ ഈസി ആയിട്ട് അങ്ങനെ ഓരോ ഭാഗത്തേക്ക് തെറിപ്പിക്കുകയാണ്. കുച്ചിക്കാണെങ്കിൽ അത് വലിയൊരു ഷോക്കും അത്ഭുതമൊക്കെ കൊടുക്കും. കാരണം അവൻ്റെ ഫ്ലവർ പാറ്റൽസ് അതെല്ലാം തന്നെ ഷാർപ്പ് ബ്ലേഡ്സ് ആണ്. ആ ബ്ലേഡുകൾ ഒന്നുപോലും ഇത്തവണ നമ്മുടെ ഹീറോയുടെ ബോഡിയിൽ മുറിവുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ബില്യൺസ് ഓഫ് ബ്ലേഡ്സിനെ അവൻ്റെ സ്ക്വാഡ് ഉപയോഗിച്ച് വെട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇച്ചിഗോയുടെ സ്പീഡ് അതിപ്പോ അൺലിമിറ്റഡ് ആയി മാറിയിരിക്കുന്നു. ഇത്രയും സ്പീഡുള്ള ഒരു സോൾ റീപ്പറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുച്ചിഗയാണെങ്കിൽ ഇച്ചിഗോയുടെ പെർഫോമൻസ് നോക്കി നിൽക്കുന്ന അതേ സമയം സെക്കൻഡുകൾ കൊണ്ട് ഇച്ചിഗോ വെട്ടിത്തിരിഞ്ഞ് കറങ്ങി അവന്റെ തൊട്ടു പുറകിൽ വരും. അതിനുശേഷം കുച്ചിഗോയുടെ പിന്നിൽ നിൽക്കും. കുച്ചിഗ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഇച്ചിഗോ അവന്റെ സ്ക്വാഡ് കുച്ചിഗോയുടെ ബോഡിയിൽ അങ്ങനെ കുത്തി ഇറക്കുകയാണ്. ചോര തുളുമ്പി കുച്ചിഗ അവൻ ഇച്ചിഗോയ്ക്ക് നേരെ ടേൺ ചെയ്യും. കുച്ചിഗയ്ക്ക് മനസ്സിലാവും ഹീറോ അവൻ ബാൻഗായ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുവെന്ന്. ഹീറോയുടെ ബാൻഗായ് പവർ അവന് കൂടുതൽ പവറും സ്ട്രെങ്തും സ്പീഡും ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ വളരെ സ്പീഡായിട്ടും വളരെ പവർഫുൾ ആയിട്ടും ഹീറോയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ നമ്മുടെ കുച്ചിഗി അവൻ നോ എന്ന് പറഞ്ഞ് അലറി നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.